അഞ്ചു എനിക്ക് ലുലുന്ന് വരുന്ന സമയത്ത് ഞാനവിടെ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. നല്ല എന്നാണ്ട് പുളിയൻ മാങ്ങയാണ് നാട്ടിലെ. അപ്പോൾ ഞാൻ അത് കുറച്ച് മേടിച്ച്. ഞാൻ വിചാരിക്കുന്നത് നമുക്ക് കുറച്ച് മുറിച്ചിട്ടിട്ട് നല്ല അച്ചാറൊക്കെ ഇട്ട് അച്ചാറാക്കി വെച്ചാൽ ഓഫീസിലെല്ലാം പോകുമ്പോൾ എടുക്കാമല്ലോ. നമുക്ക് ഈ എണ്ണയിലെ എണ്ണ എല്ലാം അത് മറ്റേത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എണ്ണയില്ലാണ്ട് നമുക്ക് വളരെ വെളിച്ചെണ്ണയിൽ കുറച്ച് അച്ചാറാക്കി വെക്കാം. ഓക്കെ, ചോറിനെല്ലാം എടുക്കാൻ പറ്റുമല്ലോ. ഇതിന് മാങ്ങ നമ്മൾ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട് അച്ചാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മാങ്ങ നല്ലവണ്ണം തണുത്ത വെള്ളത്തിൽ നല്ലോണം കഴുകിയെടുക്കുക. വൃത്തിക്ക് കണ്ടിച്ച് പുറത്തൊക്കെ ഇട്ട് വരുന്ന മാങ്ങ നല്ല വൃത്തിക്ക് കഴുകിയോ മുറിച്ച് അച്ചാറാക്കുന്നതിന് മുന്നേ നല്ല തണുത്ത വെള്ളത്തിലിട്ടിട്ട് കഴുകിയതിന് ശേഷം നമുക്കത് മുറിച്ചിടാൻ തുടങ്ങാം. മാങ്ങ കട്ട് ചെയ്യാൻ തുടങ്ങുക. കഴുകിയ മാങ്ങ അത് നമ്മൾ എന്താ പറയണ്ട് കഴുകിയെടുത്തതിന് ശേഷം നീളത്തിൽ മുറിച്ചെടുത്ത് രണ്ട് സൈഡും മുറിച്ചെടുത്ത് കട്ടിംഗ് ബോർഡിൻ്റെ മുകളിൽ വെച്ച് ചെറുങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമായ വലിപ്പത്തിൽ അച്ചാറാകേണ്ട വലിപ്പത്തിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്ത് വെക്കുക, മാറ്റി വെക്കുക. ഓക്കെ, അധികം വലിപ്പം വേണ്ട, ചെറിയ പാകത്തിനുള്ള വലിപ്പത്തിൽ. ഈ നമ്മൾ കടുമാങ്ങ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നു ആവശ്യത്തിന്. ഉപ്പ് ചേർത്തതിന് ശേഷം അത് നല്ലോണം കൈ കൊണ്ട് തിരുമിയിട്ട് വെക്കുക. കൈ കൊണ്ട് തിരുമെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളതായ മാങ്ങേൻ്റെ പുളിയൊക്കെ ഇറങ്ങിയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. മാങ്ങേൻ്റെ പുളിയൊക്കെ ഇറങ്ങി എന്താ പറയേണ്ടത് ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ നമ്മൾ അടച്ചു വെക്കുക. അച്ചാറാക്കുന്നതിന് മുന്നേ നല്ലോണം കൈ കൊണ്ട് തിരുമ്പണം. നല്ലോണം കൈ കൊണ്ട് ഉപ്പിട്ട് തിരുമ്പിയാൽ മാത്രമേ അതിനുള്ള മാങ്ങയുടെ പുളിയൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങ് വരുള്ളൂ. നല്ലോണം എല്ലാ സൈഡും തിരുമ്പി കൈ കൊണ്ട് നല്ലോണം ഇതാക്കി ഉടച്ച് വെക്കുക തിരുമ്പിയിട്ട്. അപ്പോൾ അതിൻ്റെ പുളിയൊക്കെ അങ്ങ് ഇറങ്ങി വരും. 4 മണിക്കൂർ പാത്രത്തുകൊണ്ട് വേറെ പാത്രത്തിൽ അടച്ച് മാറ്റി വെക്കും. നമ്മൾ സോക്ക് ചെയ്ത് വെച്ച മാങ്ങ ഏകദേശം ആയിട്ടുണ്ട്, 3-4 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാം. അതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് ഉലുവപ്പൊടി, കുറച്ച് ക്രഷ്ഡായിട്ടുള്ള കടുക്, പിന്നെ കായപ്പൊടി, പിന്നെ നമ്മളുടെ ആ മുളക് പൊടി, കുറച്ച് മുളക് പൊടി വേണം, പിന്നെ നമ്മളുടെ ഗാർലിക്ക്, ക്രഷ്ഡായിട്ടുള്ള ഗാർലിക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് അപ്ലൈ ചെയ്യാം. ആദ്യം നമ്മൾ ചേർക്കാൻ പോകുന്നത് ക്രഷ്ഡായിട്ടുള്ള കടുക്. ഓക്കെ, ക്രഷ്ഡായിട്ടുള്ള കടുക് ചേർത്തു. പിന്നെ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത് കായപ്പൊടി, ഒരു നുള്ള് കായപ്പൊടി. മതിയാവും. ഓക്കെ, പിന്നെ ഇതിൽ ചേർക്കാൻ പോകുന്നത് ഒരു നുള്ള് ഉലുവപ്പൊടി. അത് കൈ കൊണ്ടിട്ടാൽ മതി. നമുക്ക് എന്താ പറയേണ്ടത് എടുക്കുന്ന മാങ്ങയുടെ അളവിനനുസരിച്ചിട്ട് ഏകദേശം കുറച്ച് നുള്ളിയിട്ടാൽ മതി. നമുക്ക് സ്റ്റൗ കത്തിക്കുമ്പോൾ സ്റ്റൗ നട്ട് അതായത് കടുകും ഗാർലിക്കും ഈ മുളക് പൊടിയും കൂടി എണ്ണയിൽ തിളപ്പിച്ചിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റൗ കത്തിക്കാം. സ്റ്റൗ ചൂടാവുന്നുണ്ട്. പാത്രം ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക.
കോക്കനട്ട് വെളിച്ചെണ്ണയാണ്. സാധാരണ നമ്മൾ ഇതിൽ നിന്ന് മേടിക്കുന്നതെല്ലാം ഭയങ്കര എണ്ണയായിരിക്കും. ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന എല്ലാ അച്ചാറുകളും ഭയങ്കര എണ്ണയായിരിക്കും. അത് ലോങ് ടൈമിലുള്ള നമുക്ക് കഴിക്കാൻ ഭയങ്കര ഇതായിരിക്കും ശരീരത്തിന്. നമ്മൾ വീടുകളിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുക, അത്രയും ഹെൽത്തിന് അത്രയും നല്ലതായിരിക്കും. എണ്ണ കുറച്ചിട്ട്, അതും വെളിച്ചെണ്ണയിൽ, നാടൻ വെളിച്ചെണ്ണയിൽ. വെളിച്ചെണ്ണ ചൂടാവുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടാവുന്നതിലേക്ക് നമുക്കിനി എന്ത് ചെയ്യാം, ആദ്യം കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കുറച്ച് കടുക്, ഒരു 1/2 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. കടുക് തിളച്ച് പൊട്ടിക്കതിന് ശേഷം ചൂടായിട്ട് കടുക് പൊട്ടിയതിൻ്റെ കടുക് ചൂടായി പൊട്ടണം. ഇളക്കി കൊടുത്താൽ ഒന്നത് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്തോളൂ. കടുക് പൊട്ടുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ക്രഷ്ഡായിട്ട് വെച്ചിട്ടുള്ള ഗാർലിക്ക് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് മുറിച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഗാർലിക്. നമ്മൾ മാങ്ങ കുറച്ചേ എടുത്തിട്ടുള്ളൂ, ഒരു 6 മാങ്ങ വരെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടത് മാത്രമേ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. അതിനോട് മിശ്രിതം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഓക്കെ, ഒരു 6 മാങ്ങ മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അത് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് മൂക്കണം, കുറച്ചൊന്ന് മൂക്കണം. അതിലേക്ക് നമ്മളിനി അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് മുളക് പൊടി. ഒരു 2 സ്പൂണ് മതിയാവും. 2 സ്പൂൺ ഇട്ടാൽ മതി. 2-2.5 സ്പൂണ്. എന്നുവെച്ചാൽ നമ്മൾ അത്രയും മാങ്ങ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 2.5 സ്പൂണ് മാങ്ങ, 2.5 സ്പൂണ് മുളക് പൊടി, 6 ഗാർലിക്ക് ക്രഷ് ചെയ്യുക. ഇട്ടതിന് ശേഷം അത് മൂത്തതിന് ശേഷം അതിലേക്ക് 2.5 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കുക. എന്നിട്ട് സ്റ്റവ് ഓഫാക്കി വെക്കുക. ഇതിലേക്ക് നമ്മളുടെ മാങ്ങയിലേക്ക് അത് ഇട്ട് കൊടുക്കുക. മുളക് പൊടിയും ഗാർലിക്കും ഓയിലും കടുകും വരട്ടിയത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മാങ്ങ അച്ചാർ ഏകദേശം ആയിട്ടുണ്ട്.
നമ്മൾ ഇതിൽ വിനാഗിരിയൊന്നും ഉപയോഗിച്ചിട്ടില്ല, വിനാഗിരിയൊന്നും ഉപയോഗിച്ചിട്ടില്ല. എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? നമ്മൾ 3-4 മണിക്കൂറും അത് മാങ്ങ ഉടച്ച് തിരുമ്പി നമ്മൾ വെച്ചുകൊണ്ട് ഓൾറെഡി അതിൽ തന്നെ മാങ്ങയുടെ നല്ല പുളി അവിടെ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടില്ല? വിനാഗിരിയൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഒരു മിശ്രിതമൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ മാങ്ങ അച്ചാർ സിമ്പിളായിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.